മാവിൽ പടർന്നു കയറിയ കുരുമുളക് പറിക്കാൻ കയറിയ വയോധികൻ മാവിൽ കുടുങ്ങിപ്പോയി. തൃപ്പൂണിത്തുറ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം താമസിക്കുന്ന പൗലോസ് ആണ് മാവിൽ കുടുങ്ങിയത്. പതിവ് പോലെ ഫയർഫോഴ്സ് സംഘം തന്നെയാണ് രക്ഷകരായി എത്തിയത്. ഫയർഫോഴ്സ് എത്തി പൗലോസിനെ താഴെ ഇറക്കുകയായിരുന്നു. ഇന്ന് വൈകിട്ടായിരുന്നു അല്ലെ സംഭവം. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ഫയർഫോഴ്സ് സംഘം എത്തി പൗലോസിനെ താഴെ ഇറക്കുന്നതാണ്. പാവം മാവിന് മുകളിലേക്ക് വലിഞ്ഞു കയറിയപ്പോൾ അത് അവിടെ കുടുങ്ങിപ്പോയതാണ്. എസ് ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശ്യാം, മറ്റ് പരിക്കുകളൊന്നും ഇല്ലാതെ പൗലോസിനെ താഴെ ഇറക്കാൻ കഴിഞ്ഞോ ഫയർഫോഴ്സ് സംഘത്തിന്? പ്രജിൻ, പ്രവിത, ഇന്ന് വൈകിട്ടാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഒരു പരിക്കുകളുമില്ലാതെ 87 വയസ്സുകാരനെ താഴെ ഇറക്കാൻ കഴിഞ്ഞു. കുരുമുളക് വള്ളി മാവിലേക്ക് പടർന്നു കയറിയപ്പോൾ കുരുമുളക് പറിക്കുന്നതിനാണ് പൗലോസ് പ്രായം മറന്നുകൊണ്ട് മാവിൽ കയറിയത്. പക്ഷേ മാവിൽ കയറി കഴിഞ്ഞപ്പോൾ ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടു, ഇറങ്ങാൻ സാധിച്ചില്ല. ഇതോടെയാണ് വീട്ടുകാർ ഫയർഫോഴ്സിനെ വിളിച്ചത്. പിന്നീട് തൃപ്പൂണിത്തുറയിൽ നിന്ന് ഫയർഫോഴ്സ് സംഘം എത്തിയാണ് വളരെ സുരക്ഷിതമായി താഴെ ഇറക്കിയത്. മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി വീട്ടിൽ വേറെ ആരും ഇല്ല. ഈ 87 വയസ്സുള്ളൊരു ആളല്ലേ, അപ്പം വീട്ടുകാർ ആരും ഉണ്ടായിരുന്നില്ല. അപ്പം അവർ അറിഞ്ഞുകൊണ്ടാണോ ഇങ്ങനെ മരത്തിന് മുകളിൽ കയറിയത്? അതോ കൃഷിയോടുള്ള താല്പര്യമാണോ? ഇക്കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. പക്ഷെ കൃഷിയോടുള്ള താല്പര്യം തന്നെ ആയിരിക്കണം. മാവിൽ 20 അടി ഉയരമുള്ള മാവിലേക്ക് കുരുമുളക് പടർന്നു കിടക്കുന്നത് നശിക്കുന്നത് കണ്ടപ്പോൾ ആയിരിക്കാം 87 വയസ്സുകാരൻ കയറിയത്. ഏതായാലും ഫയർഫോഴ്സ് അദ്ദേഹത്തെ താഴെ ഇറക്കി ഒരു ഉപദേശവും കൊടുത്താണ്. ഇനി മാവിൽ കയറരുത്, ഓണക്കാലം കഴിയുന്നതുവരെയെങ്കിലും എന്നൊരു ഉപദേശം കൊടുത്താണ് ഫയർഫോഴ്സ് സംഘം മടങ്ങിയതെന്നാണ് അവർ പറയുന്നത്. എന്തായാലും 87 വയസ്സുള്ള ആളാണ്. അപ്പോൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ആളല്ല എന്ന് തന്നെയാണ് നമുക്ക് വാർത്തയിൽ നിന്ന് മനസ്സിലാവുന്നത്. എന്തായാലും ഭാഗ്യം, പരിക്കുകളൊന്നും ഇല്ലാതെ അദ്ദേഹത്തെ താഴെ. ഒരുപക്ഷെ അദ്ദേഹം ഇതിന് മുൻപോടെ അതേ മാവിൽ കയറിയിട്ടുണ്ടാവും. പക്ഷേ ചിലപ്പോൾ പ്രായാധിക്യം പക്ഷെ എന്തുകൊണ്ടോ ഇന്ന് ഇവിടെ കുടുങ്ങിപ്പോയി പാവം. എന്തായാലും മറ്റു പരിക്കുകളൊന്നുമില്ല, അപകടങ്ങളൊന്നുമില്ല. എസ് ശ്യാംകുമാറാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.